തനിക്ക് വേണ്ടവരെ ചുമലിൽ ചുവന്ന് പിൻവാതിലൂടെ കയറ്റി അധികാരങ്ങളിലിരുത്തി അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്ന് ജീവിക്കുന്ന നായ്ക്കളായിട്ട് ഇവിടുത്തെ ഭരണസമിതിയും അതുപോലെ തന്നെ സർക്കാരും മാറിയിട്ട് ഇന്നോ ഇന്നലെ ഒന്നും അല്ല, വർഷങ്ങളായി ഇത് മാറിയിട്ട്. ഈ പിൻവാതിൽ നിയമനം കൊണ്ട് അർഹതപ്പെട്ടവരുടെ അവകാശങ്ങൾ ഖണ്ഡിക്കപ്പെടുമ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങുമല്ലാതെ പിന്നെന്താണ് ചെയ്യേണ്ടത്? പ്രശാന്ത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ, ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു വാർത്ത കണ്ടു. PSC വഴി ജോലിക്ക് റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരുടെ നിൽക്കുമ്പോൾ തന്നെ സഖാക്കളുടെ പിന്നെ സഖാക്കളെ നിയമനം നടത്തിയിരിക്കും. സഹോദരനോ സഹോദരിയോ ഭാര്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അത് അവരുടെ പാർട്ടി കൂറ് അത് അവർ കാണിച്ചോട്ടെ. പക്ഷെ അത് എന്ത് കാണിച്ചോട്ടെ എന്ന് പോലും പറയാൻ പറ്റില്ല. കാര്യം ഈ പറയുന്ന രീതിയിൽ PSC പിന്നെ എന്തിനാണ് നമ്മൾ പരീക്ഷ എഴുതിയ റാങ്ക് ലിസ്റ്റിൽ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പോലെ അന്ന് നമ്മൾ വാർത്ത വായിച്ചപ്പോൾ നമ്മൾ കേട്ടതാണ്. എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്ന പേരുകൾ നമ്മൾ ഈ പറയുന്ന ഈ എന്താ പറയുക പിന്നെ ലെക്ചർ പോസ്റ്റിൽ പ്രൊഫസർ ഉദ്യോഗത്തിന് പോലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് അതിനെ ഇവരുടെ പാർട്ടിയുടെ ആളിനെ താൽക്കാലിക നിയമനം കൊടുത്ത് കയറി. അതിനും ബഹുമാനപ്പെട്ട സെക്രട്ടറി ഗോവിന്ദന്റെ വകഭാഷ്യം ഒന്നും. അതിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ എന്തിനേയും ക്ലാരിഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് എന്തിനും ഒരു സാധൂകരണമുണ്ട്.